നമസ്കാരം. ദിനദരികടതോം തുടങ്ങുകയാണ്. 14ാം കേരള നിയമസഭയുടെ സ്പീക്കറായി സ്ത്രീത്വമുള്ള ഒരാളെ കേരളത്തിലെ NDA, പ്രത്യേകിച്ച് BJP MLA ഒ രാജഗോപാൽ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത വഴിമുട്ടി നിൽക്കുന്ന എല്ലാ BJP-കാരെയും അറിയിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ തരികിടകൾ ആരംഭിക്കുകയാണ്. ഈ 11ാം പാർട്ടി കോൺഗ്രസിന്റെ കവാടത്തിന്റെ വാതിൽക്കൽ ഞാൻ ഇതേ ഡ്രസ്സിൽ ഇങ്ങനെ വെട്ടി വേർത്ത് നിൽക്കുമ്പോഴാണ് ഞാനും അവളും തമ്മിൽ ആദ്യമായിട്ട് കണ്ടത്. അങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത്. അതിന്റെ ഒരു ഇതാണിത്. DGP സെൻകുമാറിനെ ശരിയാക്കി ലോക്നാഥ് ബെഹ്റയെ പോലീസ് ചീഫാക്കിയതോടെ പോലീസിലും ചെകുവേരമാർ ഉണർന്നു. BJP പിന്തുണയോടെ ശ്രീരാമകൃഷ്ണൻ കേരള നിയമസഭാ സ്പീക്കർ. സ്ത്രീത്വമുള്ള ആളായതിനാലാണ് CPM ആയിട്ടും സ്പീക്കറെ പിന്തുണച്ചതെന്ന് ഒ രാജഗോപാൽ. UDF-ന്റെ ഓരോട്ടും ശ്രീരാമകൃഷ്ണനും. ചെറിയ സ്പാൻഡറും കൊണ്ട് കൊടുക്ക്. നിങ്ങൾ കേസ് എങ്ങനെയുണ്ടായി നിങ്ങൾ ഫൈൻഡിങ്സിലെത്തിയെങ്കിൽ നിങ്ങൾ വാർത്താ സമ്മേളനം നടത്തിക്കോ. പക്ഷെ അല്ലാത്തത് നിങ്ങൾ നടത്തുന്നത് എന്ത് താല്പര്യത്തിന്റെ ഭാഗമായാലും ഗുണം ചെയ്യില്ല. എല്ലാം ശരിയാക്കിയ മന്ത്രി AC മൊയ്തീൻ. പ്രേതത്തെയും പിശാചിനെയും പേടിക്കാതെ മൻമോഹൻ ബംഗ്ലാവിലേക്ക് മന്ത്രി തോമസ് ഐസക്. എന്നാലും എൻ്റെ സുഗുണ, ആ ഒരു വോട്ട് ആരാകും UDF-ൽ നിന്ന് മറച്ച് ചെയ്തത് എന്ന് ചിന്തിക്കുന്ന എല്ലാ മലയാളികൾക്കുമുള്ള മറുപടി ഇന്നത്തെ ദിനദരികടതോം നൽകും. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ വോട്ട് LDF-ന് എങ്ങനെ ലഭിച്ചു എന്നറിയാൻ നമ്മുടെ പുതിയ DGP ബെഹ്റ സാറിനെ നടുത്തളത്തിലിറക്കി തപ്പിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ DGP-ക്കുള്ള അധികാരദണ്ഡ് പോലും കൈമാറാതെ മുങ്ങിയ മുൻ പോലീസ് ചീഫ് ഇത് അംഗീകരിക്കുമോ എന്ന് കണ്ടറിയണം. എന്തായാലും എല്ലാം ശരിയാക്കുന്ന ടീമുകൾ എത്തിയപ്പോൾ പോലീസിലെ പണി DGP സെൻകുമാറിന് തന്നെ കിട്ടി. നല്ല കാര്യസ്ഥനായി ബെഹ്റ വന്നു. സെൻ സ്റ്റാൻഡ് വിട്ടു. സർവ്വ പണി അറിയുന്ന ഒരുത്തനെ കാര്യസ്ഥനായിട്ട് കിട്ടിയിട്ടുണ്ട്. നിയമിച്ചോട്ടെ. അത് സന്തോഷമുള്ള കാര്യമല്ലേ? ഈശ്വര മുതലാളി, അപ്പൊ ഞാൻ നിനക്ക് ഇന്നു മുതൽ പുറംപണിയാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അകത്ത് നിൽക്കുന്നത്? ഞാൻ രാജിവെക്കുക. ഇറങ്ങി പോടാ. പക്ഷെ അതൊരു ഡീസന്റ് വിധത്തിൽ പറഞ്ഞാൽ മതി. സെൻകുമാർ ക്യാൻ ബി സെൻകുമാർ, ബെഹ്റ ക്യാൻ ബി ബെഹ്റ. വിട പറയുകയാണോ ചിരിയുടെ വെൺപ്രാവുകൾ, ഇരുളടയുകയാണോ മിഴിയിണയുടെ കൂടുകൾ, വിധിയിലെരി വേനലിൽ വിരഹമരുഭൂമിയിൽ ഓർമ്മകളുമായി കാരണം ഐ ഡോണ്ട് ഹാവ് എനി എന്താ പറയുന്നത് ക്ലബ്ബോ അല്ലെങ്കിൽ മറ്റേ ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ എന്താ പറയുന്നത് 5 സ്റ്റാർ ഡിന്നറോ ഒന്നുമില്ല. ഐ വർക്ക്, ഐ ഗോ ഹോം. ദേശാഭിമാനി എവിടെയോ ഉണ്ട് സർ? അടിയിലുണ്ട്. അടിയിലല്ല, മോളിൽ. പാർട്ടിക്ക് ഇവിടെയും CID-കളുണ്ട്. മോളിൽ ദേശാഭിമാനി കണ്ടില്ലെങ്കിൽ എന്റെ സീറ്റ് കീറും. കാളം കലികാളം. ഇതിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. സെൻകുമാർ ഈസ് നോട്ട് ലോക്നാഥ് ബെഹ്റ. ഇപ്പോൾ ലോക്നാഥ് ബെഹ്റയെ ആഗ്രഹമുള്ളൊരു സർക്കാരിന് സെൻകുമാറിനെ പറ്റില്ല. അതെനിക്കറിയാം. പാവം മാറിവില്ലുകൾ മായും പോലെ മായയാഗിനി നീ മായവേ. അളിയാ, എനിക്കൊന്നും ആയില്ല. എനിക്കെല്ലാമായി തൃപ്തിയായി. അങ്ങനെ ബെഹ്റ സാറ് പാൻറ് മുറുക്കി ഇറങ്ങിക്കഴിഞ്ഞു. ശരിക്കും ബെഹ്റ സാറിനോടുള്ള CPM-കാരുടെ സ്നേഹത്തിന് കാരണമെന്താകും? ആള് ചെകുവേരയാണെന്ന് കരുതിയാണോ എന്തോ? ഇതാരാ ചെകുവേര? ഇതാരാ ചെകുവേര? About 10.
ഹൈ. നീ എന്നടാ ഈ വേഷത്തില്? ഈ 11-ാം പാർട്ടി കോൺഗ്രസിന്റെ കവാടത്തിന്റെ വാതിൽക്കൽ ഞാൻ ഇതേ ഡ്രസ്സിൽ ഇങ്ങനെ വെട്ടി വേർത്ത് നിൽക്കുമ്പോഴാണ് ഞാനും അവളും തമ്മിൽ ആദ്യമായിട്ട് കണ്ടത്. അങ്ങനെയാണ് ഇഷ്ടപ്പെട്ടതും. അതിന്റെ ഒരു ഇതാണിത്. എങ്ങനെയുണ്ട്? നന്നായിട്ട്. അടിപൊളി. താങ്ക് യു. നോക്കച്ച എന്തൊരു ചേർച്ച. ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ. നിയമസഭയിലേക്ക് ഒരു സ്പീക്കറെ തിരഞ്ഞെടുക്കുമ്പോൾ പേര് മുതൽ മുഖലക്ഷണം വരെ നോക്കണമെന്നാണ് നമ്മുടെ രാജേട്ടൻ പറയുന്നത്. തോൽവികളുടെ താമരക്കുമ്പിളിൽ നിന്ന് ഉയർന്നുയർന്ന് കേരള നിയമസഭയിൽ വിടർന്ന് വിജൃംഭിച്ചു നിൽക്കുന്ന രാജഗോപാൽ പറയുന്നതിൽ കാര്യമുണ്ടോ എന്ന് കാലം തെളിയിക്കും. എന്തായാലും KPCC പ്രസിഡന്റിന്റെ വാക്കിന് വില കൽപ്പിച്ച് LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത രാജേട്ടൻ വല്ലാത്തൊരു രാഷ്ട്രീയ കളിയാണ് നിയമസഭയിൽ നടത്തിയിരിക്കുന്നത്. എന്താണ് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ സഭയിൽ സംഭവിച്ചതെന്ന് നോക്കാം. കാണാത്തതു കണ്ടു നടക്കണ കാഴ്ചക്കാരുടെ നാടാണേ. എഴുതാപ്പുറമെല്ലാം വായിച്ചാനന്ദിക്കണ നാടാണേ. ഇടവും പലവും തിരിയും നേരം പിടിയും പതിയും പതിവാണേ. നേരും നെറിയും പേരിന് പോലും കാണാനില്ലല്ലോ. ഗുലുമാൽ ഗുലുമാൽ തരികിടതൻ ഗുലുമാൽ ഇടവഴിതന്നെതിരെ ഒരു ഗുലുമാൽ. ഗുലുമാൽ ഗുലുമാൽ തരികിടതൻ ഗുലുമാൽ ഇടവഴിതന്നെതിരെ ഒരു ഗുലുമാൽ. ഈ ആർക്കാണോ വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥാനാർത്ഥിയുടെ പേരിന് നേരെ ഗുണനചിഹ്നം, അതാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നത്. ഗുണനചിഹ്നം ടിക്ക് ചെയ്യുകയോ മറ്റു രൂപത്തിലോ മാർക്ക് ചെയ്യാൻ പാടില്ല. ഗുണനചിഹ്നം ഇട്ട് വോട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. പിടിമുറുകും ചരടിനു മുകളിൽ വെറുതെ ഒരു ഗുലുമാൽ. ചരട് വലിച്ചധികാരത്തിൽ തുടരാൻ ഒരു ഗുലുമാൽ. ഒരു വട്ടം കാണാതായാൽ മറുവട്ടം കാണാമേ. ഹൈറത്തെ കോമാളിത്തം ആരോടും പറയാനേ. അഴുതെറ്റിപ്പോയാൽ ആനക്കുഴിതൻ ചതിയുണ്ട്. ഇനി രാജേട്ടൻ വക കന്നിവോട്ട് കേരള നിയമസഭയിലെ താമര വിരിയുന്നത് ആർക്കാണ് എന്ന് ഇപ്പോൾ അറിയാം. രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ. നീ പോവും വഴിയല്ല ഈ സീത വരും കൂടെ. അങ്ങയുടെ പേരിൽ തന്നെയുണ്ട് ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ സ്ത്രീത്വം വിളയുന്ന മുഖമാണെന്നുള്ളത് കൊണ്ട് തന്നെ മനസ്സിന് സമാധാനം ഉണ്ടാവും. പിന്നെ ശ്രീരാമനെ സംബന്ധിച്ച് ധർമ്മത്തിൻ്റെ ആൾരൂപമാണെന്ന് എല്ലാവർക്കും അറിയാം. ആ ധർമ്മമാണ് നമ്മുടെ നാടിനെ നിലനിർത്തുന്നത്. ആ ധർമ്മം സ്ഥാപിക്കാനാണ് ശ്രീകൃഷ്ണൻ ജനിച്ചിട്ടുള്ളത്. ഈ എല്ലാ പേരുകളും കൂടി ചേർന്നാണ് അങ്ങ് സ്വീകരിച്ചിട്ടുള്ളത്. അടുത്തത് പൂഞ്ഞാറുകാരൻ അച്ചായനാണ്. ആര് സ്പീക്കർ എന്ത് സ്പീക്കർ എന്ന പതിവ് പുച്ഛത്തിലാണ് ഇവിടെ കളി. എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എൻ്റെ കൂടെ ആരുമില്ല. എൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും എനിക്കൊരു കോപ്പുമില്ല. അങ്ങനെ രഹസ്യ ബാലറ്റിലെ വോട്ടെടുപ്പ് കഴിഞ്ഞു. ഇനി വോട്ടെണ്ണൽ. തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഇപ്പോൾ പ്രഖ്യാപിക്കുന്നതാണ്. ശ്രീ VP ശശീന്ദ്രന് 46 വോട്ടും ശ്രീ P ശ്രീരാമകൃഷ്ണന് 92 വോട്ടും കിട്ടിയിരിക്കുന്നു. ഒരു വോട്ട് അസാധുവായി. അത് ശരി. UDFന്റെ കക്ഷിനില അനുസരിച്ച് കിട്ടേണ്ടത് 47 വോട്ട്, കിട്ടിയത് 46. അപ്പോൾ ഒരു വോട്ട് എവിടെ? അതെ, ഒരു വോട്ട് കുറഞ്ഞിട്ടുണ്ട്. എന്താ ബായി കാണിക്കുന്നത്? സാധനം കാണാനില്ല. തലതിരിയും വയ്യാവേലികൾ ഒഴിയാത്തൊരു കളിയാട്ടങ്ങൾ പെരുകുന്നൊരു നീ ഒറ്റ ഒരുത്തനാണ് ഒരു കാരണക്കാരൻ. ഉള്ളത് പറ. ഇങ്ങനെ ചങ്കി കുത്തറ വർത്തമാനം പറയരുത് വിളിച്ച. ഇത്രയും ബുദ്ധി എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ സംസ്ഥാനത്തെ ധനകാര്യമന്ത്രിയായിരുന്നു. അറിയോ, ഗജറാവിൽ എന്റെ നക്ഷത്രങ്ങൾ കണ്ടത്. ആ ഒരു ബാക്കി ഒരു വോട്ട് 47 UDFന് 46,
ആ UDF ഒരു വോട്ട് ചോർന്നു പോയി. ഇതിന്റെ അർത്ഥം എന്താ? എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരുത്തൻ അത് ചെയ്തു എന്നറിഞ്ഞാല് ആ നിമിഷം ഞാൻ ഈ വീടിന് തീ വെക്കും. ഞാനല്ല, എന്റെ ഗർഭം ഇങ്ങനല്ല. 91 പേരുടെ പിന്തുണയുള്ള LDFിൽ പ്രോട്ടേം സ്പീക്കർ S. ശർമ്മ വോട്ട് ചെയ്യാതെ വരുമ്പോൾ കിട്ടേണ്ടത് 90 വോട്ട്. എന്നാൽ കിട്ടിയത് 92 വോട്ട്. അപ്പോൾ BJP വോട്ട് ആർക്കായിരുന്നുവെന്ന് രാജേട്ടൻ പറയണം. പരസ്യമായി UDFിൻ്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു രാജഗോപാലൻ്റെ വോട്ട് വേണ്ട എന്ന്. ഞാൻ സ്വാഭാവികമായിട്ട് ഇവിടെ ശ്രീരാമകൃഷ്ണൻ എന്നുള്ളതായ ഒരു നല്ല പേരുള്ള എൻ്റെ ഒരു പഴയ സുഹൃത്ത്, അദ്ദേഹത്തിന് വോട്ട് ചെയ്യുകയാണ് എൻ്റെ ധർമ്മം എന്ന് ഞാൻ കരുതി. ഇനി പ്രതിപക്ഷ നേതാവ് പറ, ഇത് എന്താണ് വ്യക്തമാക്കുന്നത്? ശ്രീ O. രാജഗോപാലിൻ്റെ വോട്ട് ഇടതുപക്ഷത്തിന് ലഭിച്ചത് നേരത്തെ UDF ഉന്നയിച്ച കാര്യങ്ങൾ ശരിയാണെന്ന് തെളിയുകയാണ്. ഇടതുപക്ഷവും BJPയും തമ്മിലുള്ള കൂട്ടുകെട്ട് കൂടുതൽ വ്യക്തമാവുകയാണ്. ശരി, UDF കൂടാരത്തിലെ ഒരു വോട്ട് പോയത് അബദ്ധം പറ്റിയതാണെന്ന് ദിനദരികിടതോം കരുതുന്നില്ല. അത് എല്ലാത്തിനും തെളിവുണ്ടോ എന്ന് സ്ഥിരമായി ചോദിച്ചിരുന്ന പുതുപ്പള്ളി കുഞ്ഞുഞ്ഞ് ഒരു കളി കളിച്ചതാണെങ്കിലോ? അതായത് സ്വന്തം പ്രതിപക്ഷ നേതാവിന് ഒരു പണി, ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കുമ്പോൾ എന്തൊരു സന്തോഷം. ഞാൻ വരുന്നില്ല. നിങ്ങൾക്ക് സത്യം എന്നോടെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ? നിന്നോട് പറയണമെന്ന് ഞാൻ ആദ്യമേ വിചാരിച്ചു, പിന്നെ വേണ്ടാന്ന് വെച്ചു. അഭിനയത്തിൽ നിനക്ക് എന്റെ അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തോണ്ട് ഒരു കള്ള ലക്ഷണം വരും. അത് കണ്ട് അവന്മാര് പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും. എന്റെ കന്നി വോട്ട് വെറുതെ പോയില്ലേ? കന്നി വോട്ടല്ലേ, കന്യകാത്തൊന്നുമല്ലോ. കഴിഞ്ഞയിടെ വാടാനപ്പള്ളി കൊലപാതകത്തിൽ പ്രതികളെ പിടികൂടിയതിൽ സ്ഥലം CI RSS പ്രവർത്തകരെ സഹായിക്കുന്നുവെന്നാണ് മന്ത്രി AC മൊയ്തീൻ്റെ പരാതി. സർക്കിളിനെ സ്പോട്ടിൽ തന്നെ വിരട്ടിയാണ് മന്ത്രി സംഗതി ശരിയാക്കുന്നത്. അതായത് മൊയ്തീനെ ആ ചെറിയ സ്പാനറിങ്ങെടുക്ക്. എന്റെ പരാതി ഈ വാടാനപ്പള്ളി സ്റ്റേഷനിൽ കൊടുത്തിട്ട് 6 ദിവസമായി യാതൊരു നടപടിയും ഇല്ല എന്നാണ്. അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഈ പ്രദേശത്തുള്ളത്. സർക്കാർ ഇത് കയ്യും കെട്ടി നോക്കിയിരിക്കില്ല. സമ്മേളനത്തിൽ നിങ്ങൾ കേസ് എങ്ങനെ ഉണ്ടായി നിങ്ങൾ ഫൈൻഡിങ്സിലെത്തിയെങ്കിൽ നിങ്ങൾ വാർത്താ സമ്മേളനം നടത്തിക്കോ. പക്ഷെ അല്ലാത്തത് നിങ്ങൾ നടത്തുന്നത് എന്ത് താല്പര്യത്തിന്റെ ഭാഗമായാലും ഗുണം ചെയ്യാം. പോലീസ് വേറെ ആരെങ്കിലും സംരക്ഷിക്കാനല്ല, ഞങ്ങളെ സംരക്ഷിക്കണ്ട. സർക്കാരിന്റെ നയം നടപ്പിലാക്കിയാണ്. നിങ്ങൾ പത്രസമ്മേളനം നടത്തി ഷൈൻ ചെയ്യാനാണെങ്കിൽ അത് കുറ്റകൃത്യം ഇങ്ങനെ നടന്നു നിങ്ങൾ ഫൈൻഡിങ്സിലെത്താൻ എന്താ നിങ്ങളുടെ തെളിവുകളുള്ളത്? നിങ്ങൾക്ക് എന്ത് തെളിവുകളാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? ഈ കൊലപാതക കേസ് ഇങ്ങനെയാണ് നടന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ പത്രസമ്മേളനം നടത്തി പറയാൻ നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവുകളാണ്? അതിനുമുമ്പ് നിങ്ങൾ എന്താ പത്രസമ്മേളനം നടത്തുന്നത്? എന്താണ് ശരിയാവും.